ബാലി നിലനിന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ബാലിയെ കീഴടക്കാൻ വേണ്ടിയിട്ട് ജാവയിലെ സുൽത്താൻമാർ ശ്രമിച്ചിരുന്നു, കഠിനമായി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ബാലിക്കാരുടെ ഭാഗ്യം എന്ന് പറയുന്നത് ആ ശ്രമം അങ്ങനെ വിജയത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് ഡച്ചുകാർ അവിടെ എത്തുന്നത്. ജാവയിലത്തെ സുൽത്താൻമാർ ബാലിയെ കീഴടക്കിയിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ബാലിയുടെ വൈവിധ്യം നമുക്ക് അവിടെ കാണാൻ ഒരിക്കലും സാധ്യമാകും. ബാലിയിൽ ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിലുള്ള ചടങ്ങുകൾ അല്ല അടുത്ത ഗ്രാമത്തിൽ ഉണ്ടാവുന്നത്. അത് പല ഗ്രന്ഥകാരന്മാരും അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബാലിയെ പഠിക്കണമെങ്കിൽ നമുക്ക് ബാലിക്ക് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ നിവൃത്തില്ല. ഒരു ക്ഷേത്രവും മറ്റേ ക്ഷേത്രവും തമ്മിൽ അത്ര വലിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ മുസ്ലിം ഭരണമാണ് ഇവിടെ വന്നിരുന്നതെങ്കിൽ ഇതൊക്കെ യൂണിഫോം ആയിട്ട് മാറാൻ ഏതാനും മാസം മാത്രമേ വേണ്ടി വരുമായിരുന്നുള്ളൂ. ഡച്ചുകാർ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു അത്ഭുത ദ്വീപാണ്, ഈ ദ്വീപിനെ വിറ്റ് കാശാക്കാൻ പറ്റും. അതാണ് അവർ മനസ്സിലാക്കിയത്. കാരണം യൂറോപ്പിലുള്ള സഞ്ചാരികളെ, വിനോദസഞ്ചാരികളെ മുഴുക്ക ഇവിടെ കൊണ്ടുവന്നാൽ ഡച്ചുകാരൻ ലോകത്തിലെ ഏറ്റവും നല്ല കച്ചവടക്കാരൻ കൂടിയാണ്, അതുകൊണ്ട് കാശുണ്ടാക്കാം എന്നാണ് അവർ കരുതിയത്. അതുകൊണ്ട് തന്നെയാണ് വിദേശ മിഷണറിമാരെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അകറ്റേണ്ടി വന്നത്. മിഷണറിമാർ വന്ന് ബാലിയെ ഒരു യൂണിഫോം ശൈലിയിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ബാലിയിൽ ഒന്നും കാണാനില്ല, ആരും പിന്നെ ഇവിടേക്ക് വരില്ല. ഡച്ചുകാരുടെ കാൽക്കുലേഷൻ ശരിയായി. ഇന്നും ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ വരുന്നത് ജാവയിലല്ല, ബാലിയിലാണ്.